ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എനിക്കും കിട്ടി കല്യാണിയുടെ വക ഒരു സ്ട്രൈക്ക്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. ഞാൻ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു കല്യാണിയെ കുറിച്ച്. മൈ വേ ബൈ കല്യാണി എന്നുള്ള ചാനലില് അവർ ചെയ്യുന്ന പെയ്ഡ് പ്രൊമോഷനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഈ വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിന് നല്ല റീച്ച് ഉണ്ടായി. എന്റെ ഒരു ചെറിയ ചാനലാണ്, 2000 സബ്സ്ക്രൈബറേ എനിക്കുള്ളൂ. എന്റെ വളരെ കുറച്ച് വീഡിയോസേ ഉയർന്നു പോയിട്ടുള്ള കുറച്ച് വീഡിയോസേ ഉള്ളൂ. വലിയ വ്യൂസ് ഒന്നുള്ള യൂട്യൂബർ ഒന്നും അല്ല ഞാൻ. ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം തന്നെ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല റീച്ച് കിട്ടി. അതിനിടയിൽ ധാരാളം കമന്റ് വന്നു. അവര് സ്ട്രൈക്ക് തരും. അവരിപ്പോൾ അശ്വതി സുബോ എന്ന് പറഞ്ഞ കുട്ടിക്ക് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്, എന്തായാലും സ്ട്രൈക്ക് പ്രതീക്ഷിക്കാമെന്ന് കമന്റ് വന്നിരുന്നു. സ്ട്രൈക്ക് കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു, കാരണം ഞാൻ കല്യാണിയുടെ 2 വീഡിയോ എടുത്തിട്ട് അതിന്റെ ഇടയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ പാർട്ടാണ് ചേർത്ത് വെച്ചാലും അവർക്ക് സ്ട്രൈക്ക് തരാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. സ്ട്രൈക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ ഇന്ന് ഉച്ച വരെ അവർ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് സ്ട്രൈക്കും കിട്ടിയില്ല. പിന്നെ അശ്വതി സുബോധിന് സ്ട്രൈക്ക് കൊടുത്തത് എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തത് കൊണ്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഞാനിപ്പോൾ വൈകുന്നേരം കുറച്ചു നേരം കിടന്നുറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇല്ല. എൻ്റെ വേറൊരു വീഡിയോയിൽ ആരോ കമന്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കല്യാണിയുടെ റിയാക്ഷൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പകുതിയായപ്പോൾ കോപ്പിറൈറ്റ് അടിച്ചു, എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് കമന്റ് ഉണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ അയ്യോ ഈ വീഡിയോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ കല്യാണിയുടെ വീഡിയോ ഉണ്ടായിരുന്നില്ല, കല്യാണിയെ കുറിച്ച് ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നില്ല. അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്തു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം, നമുക്ക് തെറ്റ് അല്ലെങ്കിൽ നമുക്ക് ശരിയായില്ല തോന്നുന്ന ഒരു കാര്യം പറയുന്നു എന്നുള്ളത് ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. എല്ലാവരും യൂട്യൂബിൽ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഞാനും അത് ചെയ്തു എന്നേ ഉള്ളൂ. അതിനാണ് എനിക്ക് സ്ട്രൈക്ക് അടിച്ചു കിട്ടിയതും ഇത് റിമൂവ് ആയി പോയതും. ഇപ്പോൾ ഇതിൽ ഞാൻ അവരുടെ ക്രീം അവർ പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ചുരിദാറുകൾ മാറ്റി മാറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ ഇപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ റിയാക്ഷൻ വീഡിയോക്കാർ അധിക്ഷേപിച്ചു. അവരുടെ ചേട്ടനെയും അവരുടെ മക്കളെയും അവരുടെ കുടുംബത്തിനെയും പറഞ്ഞു എന്നുള്ളതൊക്കെയാണ് അവരുടെ ആരോപണം. ഞാൻ പറഞ്ഞതിലും എനിക്ക് ഒരു നെഗറ്റീവ് കമന്റ് ആകെ വന്നിട്ടുള്ളത്, നിങ്ങൾ അവർ പറഞ്ഞ കാര്യത്തിലെ കുഴപ്പങ്ങളെ കുറിച്ച് പറഞ്ഞോളൂ, നിങ്ങൾ എന്തിനാണ് അവരുടെ കുടുംബത്തെ കുറിച്ച് പറയുന്നത്? അവരുടെ അമ്മ സ്ലീവ്ലെസ് ഇട്ടു നിങ്ങൾ എന്തിനാണ് പറയുന്നത്? അല്ലെങ്കിൽ അവരുടെ ചേട്ടനെ അവർ കെട്ടിപ്പിടിക്കുന്നു നിങ്ങൾ എന്തിനാണ് പറയുന്നത് എന്നാണ് ഒരു നെഗറ്റീവ് കമന്റ് എനിക്ക് വന്നത്. അതിനെ കുറിച്ച് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്, ഓരോ വ്യക്തികളും പണം വരുന്നതിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നും അല്ലെങ്കിൽ പണം കിട്ടും എന്നുള്ളത് കൊണ്ട് എന്തും ചെയ്യുന്നു എന്നതിനെ കുറിച്ചും സൂചിപ്പിക്കാനാണ് അവരുടെ അമ്മ സ്ലീവ്ലെസ് ഇട്ടതിനെ കുറിച്ചും അവരുടെ ചേട്ടനെ അവരുടെ ഹസ്ബൻഡിനെ അവർ കെട്ടിപ്പിടിച്ച് വീഡിയോ ഇടുന്നതിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെ അമ്മ സ്ലീവ്ലെസ് ഇടുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല. എല്ലാ വ്യക്തികൾക്കും അവരുടേതായ വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ട്, അവർക്ക് എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം. പക്ഷെ അവരൊരു തീരെ നാട്ടുംപുറത്തുകാരിയായിട്ടുള്ള അവര് കല്യാണിയുടെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരിക്കലും സ്ലീവ്ലെസ് ഇടില്ല, സാധ്യതയും ഇല്ലായിരുന്നില്ല. പക്ഷെ അവർ വളരെ ഉയർന്ന നിലയിലേക്ക് വന്നു. അവർക്ക് ഒരുപാട് പണം വരാൻ തുടങ്ങി, അവർക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുണ്ടായി. അപ്പൊ അവരുടെ മാറ്റം കാണിക്കാനാണ് അവരുടെ അമ്മ വരെ സ്ലീവ്ലെസ് ഇടാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് തെറ്റാണെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. ഇനി രണ്ടാമത്തെ ആരോപണം, അവരുടെ അവരെ ഭർത്താവിനെ അവർ കെട്ടിപ്പിടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് പറയുന്നത് എന്നുള്ളതായിരുന്നു ആ കമന്റ്. അതിന്റെ കാരണം ഇതിന് രണ്ടൊരു മറുപടി ഞാനല്ലാതെ തന്നെ ഇത് കണ്ടിട്ടുള്ള പ്രേക്ഷകർ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഈ വീഡിയോ ചെയ്യാൻ കല്യാണിയെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് അവരുടെ ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അവർ ഈ ചാനലിലൂടെ കാണിക്കുന്ന അവരുടെ ആ പൂമുഖവാതിൽക്ക് സ്നേഹം വളർത്തുന്ന ഭാര്യ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് പറയണം. അത് കുറച്ച് ഓവറായിട്ട് അവർ കാണിക്കുന്നുണ്ട്. ആ ഒരു കുലസ്ത്രീ എന്നുള്ളത് നല്ലോണം അവർ പ്രൊമോട്ട് ചെയ്ത് അത് അവരൊരു കാശാക്കി മാറ്റുന്നതിനെ കുറിച്ച് പറയണം, ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അവരുടെ ഈ ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ വിഷയം കൂടെ കണ്ടത്. അതുകൊണ്ടാണ് ഞാനത് ക്ലബ് ചെയ്ത് വീഡിയോ ചെയ്തത്. പിന്നെ അവര് ഈ ബെഡ്റൂം അല്ലെങ്കിൽ അവരെ ചേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയാനുള്ള കാരണം, ഇവരുടെ ഭർത്താവ് വർഷങ്ങളോളം അവർ ചാനൽ നടത്തി ആദ്യം അവർക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരെ ചാനലിൽ മുഖം പോലും കാണിക്കില്ലായിരുന്നു. അവരവരുടെ ഭാര്യ ചാനൽ തുടങ്ങുമ്പോൾ പറയുന്നത്, നീ മുഖം കാണിക്കരുത്, നീ ആരാന്ന് വെളിപ്പെടുത്തരുത്, നീ മാന്യമായി സംസാരിക്കണം, നിന്റെ അവിടെയും ഇവിടെയും നിന്റെ കൈയും കാലും കാണിക്കരുത്, ഇങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ് അവർ ഭാര്യയെ ചാനൽ തുടങ്ങാനായിട്ട് പെർമിഷൻ കൊടുക്കുന്നത്. ഭാര്യയ്ക്ക് അത്യാവശ്യം പെർമിഷനൊക്കെ കൊടുക്കുന്ന വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പെർമിഷനൊക്കെ പ്രത്യേകം കൊടുത്തത്. അപ്പൊ അങ്ങനെ പെർമിഷൻ കൊടുത്തിട്ട് ഇവര് വീഡിയോ ചാനൽ തുടങ്ങി. പക്ഷെ അവർക്ക് റീച്ച് കിട്ടിയില്ല. അവർ കുറച്ച് ചെയ്ത് മടുത്ത് നിർത്തി. വളരെ ആർട്ടിഫിഷ്യലായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. അവർ അതുകൊണ്ട് മടുത്ത് നിർത്തി എന്ന് അവർ തന്നെയാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അവർ ഒരു പുതിയ ചാനൽ
അവർ ആ ചാനൽ തന്നെ പുതിയ വീഡിയോ ഇട്ടു. വർഷം കഴിഞ്ഞിട്ട് 1-2 വർഷം കഴിഞ്ഞിട്ട് ഒരു പുതിയ വീഡിയോ ഇട്ടു. അത് അവരവരുടെ ഫേസ് റിവീൽ ചെയ്തുകൊണ്ടിട്ട വീഡിയോ ആയിരുന്നു. അതിനവർക്ക് നല്ല റീച്ച് കിട്ടി. അവർക്ക് ആ റീച്ച് കിട്ടിയ ശേഷം പിന്നെ അവർക്ക് വീഡിയോ ഇടുന്നതിന് യാതൊരു വിലക്കും ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കാരണം ഇത് പണം കിട്ടുന്ന ഒരു മേഖലയാണ്. അപ്പൊ പണം കിട്ടുകയാണെങ്കിൽ അവർക്ക് മുഖം കാണിക്കുന്നതിന് കുഴപ്പമില്ല ഭർത്താവിന് എന്നുള്ളതാണ്. അതിന്റെ ഒരു വശം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അത്രേ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് അങ്ങനെ അവർ മുഖം കാണിക്കില്ല പറഞ്ഞാൽ അവർ എന്തും കാണിച്ച് വീഡിയോ ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥയ്ക്ക് മാറുകയാണ്. അവര് ഒരു അൺറാംസിന്റെ ഒരു ബ്ലാക്ക് കളർ കളയാനുള്ളൊരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിന്റെ ഫീച്ചർഡ് ഇമേജ് നിങ്ങൾ എടുത്തു നോക്കൂ, എന്താണ് ആ ഫീച്ചർഡ് ഇമേജ് എന്ന്. പിന്നെ അതേപോലെ അവര് എന്നോട് ഒരു കമന്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഹസ്ബൻഡ് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ എന്തിനാണ് പറയുന്നതെന്ന്. അവരുടെ ബെഡ്റൂമിന്റെ ഉള്ളിൽ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുന്നു. അവരുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ സാധാരണ പോലെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അവരവരുടെ ബെഡ്റൂമിന്റെ വാൽക്കൽ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അവർ പോയിട്ട് അവരുടെ ബെഡ്റൂമിൽ കയറിയിട്ട് ഹസ്ബൻഡ് കൂടെ കിടക്കുന്നു. എന്നിട്ട് ഹസ്ബൻഡിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, സ്നേഹപ്രകടനം നടത്തുന്നതായിട്ട് കാണിക്കുന്നു. ഞങ്ങൾ ഭയങ്കര സ്നേഹമുള്ള ഹസ്ബൻഡാണ്, വൈഫാണെന്ന് കാണിക്കുന്നു. എന്നിട്ട് അവർ എഴുന്നേറ്റ് പോയി ആ ക്യാമറ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് അത് എഡിറ്റ് ചെയ്യുന്നു. എന്നിട്ട് പണം കിട്ടുന്ന ഒരു മീഡിയയിൽ കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ പുറകിലുള്ള ചേതോവികാരം എന്താണ്? പണം എന്ന് പറയണതാണ്. പണം കിട്ടുവെച്ചാൽ എന്തും കാണിക്കാം എന്നുള്ളത് തന്നെയാണ് അവർ കാണിക്കുന്നതെന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. പണമാണ് മുഖ്യം എന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അല്ലാതെ ഞാൻ അവരെ മോശമാക്കിയിട്ട് പറഞ്ഞിട്ടില്ല. അവരുടെ വീഡിയോ, ഞാൻ അവരുടെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് അവർ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞ വീഡിയോ, അവരുടേതായിട്ട് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ റിമൂവ് ചെയ്തിട്ട് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കാം. അതിൽ അത്ര കുറ്റപ്പെടുത്താൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഞാൻ അവരെ മോശമാക്കിയിട്ടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ യൂട്യൂബേഴ്സും, എല്ലാ ഫാമിലി യൂട്യൂബേഴ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ കാണിച്ചിട്ട് തന്നെയാണ് ആളെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ വീഡിയോസിലുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു ചുരിദാറിന്റെ പ്രൊമോഷൻ വീഡിയോ കാണിക്കുന്നു. ചുരിദാർ ഇട്ടിട്ട് ഈ വീഡിയോയുടെ മുന്നിൽ വന്നിട്ട് ഇത് നല്ല ചുരിദാറാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് പുറകിലൂടെ വന്നിട്ട്, അവരുടെ ഹസ്ബൻഡ് കുറേ കാലം ഫേസ് റിവീൽ ചെയ്യാതെ നടന്നു. അവർക്ക് 10 ലക്ഷം സബ്സ്ക്രൈബർ ആയ ശേഷമേ നമ്മൾ അയാളെ കണ്ടിട്ടുള്ളൂ. അതിനു മുൻപ് ഒരു ദിവസം അദ്ദേഹം പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. നമുക്കൊരു വളരെ റൊമാൻറ്റിക് ആയിട്ട്, അവർ വളരെ റൊമാൻറ്റിക് കപ്പിളായിട്ട് തോന്നണം എന്നാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ വീഡിയോസൊക്കെ അവരുടെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യണമെന്ന് ഭാര്യയോട് പറഞ്ഞ ഒരാള് ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒരു വീഡിയോയിൽ ഇടാൻ തയ്യാറാവുന്നുണ്ട് വെച്ചാൽ അതിന്റെ പുറകിൽ പണം എന്നുള്ള ഒരു മാനദണ്ഡം അല്ലാതെ എന്താണുള്ളത്? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അവർ പ്രൊമോട്ട് ചെയ്യുന്ന ബ്യൂട്ടി പ്രൊഡക്ട്സിനെ കുറിച്ച് അവർ പറയുന്നത്, അവരിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനിതെല്ലാം ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു വാരി മുഖത്തൊക്കെ തേച്ച് കാണിച്ചു തരുന്നുണ്ട്. ഇത് വളരെ നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട്. നല്ല പ്രൊഡക്റ്റിന് എന്താ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ലേ? ഇപ്പോൾ മമ്മൂട്ടി ഇന്ദുലേഖ സോപ്പ് പ്രൊമോട്ട് ചെയ്തപ്പോഴാണ് മമ്മൂട്ടിക്കെതിരെ കേസ് വന്നത്. വെളുക്കെന്ന് പറഞ്ഞിട്ട് സോപ്പ് പ്രൊമോട്ട് ചെയ്തു, വെളുത്തില്ല. അതൊരു കംപ്ലൈന്റ് തന്നെയാണ്. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പരസ്യത്തിലൂടെ കാണിക്കരുത് എന്നുള്ളതാണ് നിയമം. എന്നിട്ട് അവർ ഇങ്ങനെ കാണിക്കുന്നു, നമ്മളതിനെക്കുറിച്ച് പറയുന്നു. ഇപ്പൊ ഇത് കണ്ടിട്ട് ആളുകൾ ഇൻസ്പയർഡ് ആവുമോ? അത് വെറുതെ ആളുകൾ കണ്ടുപോക്കോട്ടെ, നിങ്ങൾക്ക് എന്താന്നൊക്കെ പലരും പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ എനിക്ക് തന്നെ ഒരു കമന്റ് വന്നു. എനിക്ക് ഒരു പെൺകുട്ടി നല്ലതായിട്ടിട്ട കമന്റാണ്, എനിക്ക് കല്യാണി ചേച്ചി ഭയങ്കര മാതൃകയാണ്, ഞാൻ വിവാഹം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കല്യാണി ചേച്ചീനെ കണ്ടിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത്, ഒരു ഭാര്യ എങ്ങനെ വേണമെന്ന് പഠിച്ചത് ഞാൻ കല്യാണി ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് എനിക്ക് കമന്റ് വന്നു. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് മാതൃക കാണിച്ചു തരാൻ? ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ വേണം, എങ്ങനെ സ്നേഹത്തോടെ ജീവിക്കണം, എങ്ങനെ മനോഹരമായിട്ടൊരു കുടുംബം കണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആ ഭാര്യയും ഭർത്താവുമായ അവരുടെ അച്ഛനും അമ്മേനും കണ്ടിട്ടല്ലേ അവർ പഠിക്കേണ്ടത്? ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് നമ്മൾ ഈ യൂട്യൂബേഴ്സിനെ കണ്ടിട്ടാണോ എങ്ങനെയാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പഠിച്ചിരുന്നത്? അപ്പോൾ ആരും ഇതിൽ ഇൻവോൾവ്, അല്ലെങ്കിൽ ആരും ഇത് അനുകരിക്കുന്നില്ല, ആരും ഇത് എടുക്കുന്നില്ല ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ആളുകൾ അനുകരിക്കും, നല്ലതും അനുകരിക്കും, ചീത്തതും അനുകരിക്കും. അപ്പം മറ്റുള്ളവരെ പറ്റിക്കുന്ന രീതിയിൽ ഇപ്പം ഇത് കാണുന്ന ഒരുപാട് പേര് ഇത് തേച്ചാൽ വെളുക്കുമെന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും. എനിക്ക് ഒരുപാട് കമന്റ് വന്നു, നിങ്ങൾ അർച്ചന ദേവിനെ കുറിച്ച് വീഡിയോ ചെയ്യൂ എന്ന് കമന്റ് വന്നു. ഈ അർച്ചന ദേവ് എന്ന് പറയുന്ന കുട്ടി ഇങ്ങനെ ഈ ഞാനൊരു ദിവസം കഴിക്കുന്ന ഭക്ഷണം എന്താ അങ്ങനത്തെയൊക്കെ വീഡിയോ ഇട്ടിട്ട് വൈറലായ ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി കുറച്ച് ഡള്ളായിട്ടുള്ള കളറാണ്. നമ്മളൊരു ഡൾ കളർ അല്ല, കറുത്തിരിക്കുക എന്നുള്ളത് ഒരു മോശം വസ്തുതയല്ല. മനുഷ്യന്മാർ കറുത്തിട്ടും വെളുത്തിട്ടും ഒക്കെയാണ് ഉള്ളത്. അപ്പം നമ്മൾ കുറേ ക്രീം വാരി തേക്കുന്നു, നമ്മൾ വെളുക്കും എന്ന് പറയുന്നു, നമ്മളെ പറ്റിക്കുകയാണത്. നമ്മൾ ക്രീം വാരി തേച്ചാൽ വെളുക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമുക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് അവർ നമ്മളോട് പറയണം. അല്ലാതെ നിങ്ങൾ ഇത് തേക്കൂ, ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. നല്ല ക്രീമാണ്, ഇതിന് വൈറ്റ് കാസ്റ്റ് ഇല്ല, നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ അർച്ചന
പറഞ്ഞ പെൺകുട്ടി തന്നെ ആദ്യം കുറച്ച് നിറം കുറഞ്ഞിരുന്ന പെൺകുട്ടിയായിരുന്നു. പിന്നെ ആ കുട്ടിക്ക് പ്രൊമോഷൻ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ആ പെൺകുട്ടി ഇതൊക്കെ വരുത്തേച്ച് കണ്ടോ ഞാൻ വെളുത്തു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ധാരാളം വീഡിയോ ചെയ്തു. ആ കുട്ടി നിറണ്ട്, ഇപ്പൊ കണ്ടാലും നിറണ്ട്. പക്ഷെ ആ കുട്ടിയുടെ വിവാഹത്തിന്റെ വീഡിയോ കണ്ട് വിവാഹം നടന്ന സമയത്ത് വേറെ ചാനലുകാര് ആ കുട്ടിയുടെ വീഡിയോ കാണിച്ചപ്പോൾ ആ കുട്ടി നിറയില്ല, പഴയ നിറം തന്നെ ആ കുട്ടിയുള്ളൂ. അപ്പൊ ഇവരൊക്കെ ഈ ഫിൽറ്റർ ഇട്ട് വീഡിയോ ചെയ്തിട്ട് മുഖത്ത് കുരുയില്ല, എന്റെ മുഖത്ത് ക്രീം തേച്ചുകൊണ്ടാണ് ഈ നിറം വന്നത് എന്നൊക്കെ കാണിച്ചിട്ട് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് ഒരു പരിധി വരെ. ഇതൊക്കെ ഒരു തരം മാർക്കറ്റാണ്. പണ്ട് നമ്മളെ നാട്ടില് മിസ് വേൾഡ് മത്സരമൊക്കെ നടക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് സമ്മാനം കൊടുക്കാൻ തുടങ്ങിയ ഒരു കാലത്ത് അന്ന് പറഞ്ഞിരുന്നു, ഈ കോർപ്പറേറ്റുകൾ ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ് ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യക്കാർ സുന്ദരികളാണ് ഇത്തരം സമ്മാനങ്ങൾ തരുന്നു എന്നൊക്കെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ഉള്ളിൽ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് കുത്തിവെക്കുക എന്നുള്ളതാണെന്ന് നമ്മളന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇതൊരു തരം കുത്തിവെപ്പാണ്. കറുത്തിരിക്കുന്നത് മോശമാണ്, വെളുത്തിരിക്കുന്നതാണ് സൗന്ദര്യം, മുഖത്ത് കുറച്ച് കുരു ഉണ്ടാവുന്നത് മോശമാണ്, സ്കിന്ന് നല്ലതായിട്ടിരിക്കുന്നതാണ് സൗന്ദര്യം. ഇതൊക്കെ നമ്മളെ മനസ്സിൽ കുത്തിവെച്ച് തരാണ്. പൊതുവെ ആളുകൾക്ക് ഇത്തരം വേർതിരിവുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാവരുടെ മനസ്സിൽ ഇത്തരം വേർതിരിവുകളുണ്ട്. നമ്മൾ സൗന്ദര്യമുള്ള ആളുകൾ, വെളുത്തിരിക്കുന്ന ആളുകൾ ആ നല്ല ഭംഗിയുണ്ട് ആ കുട്ടിയെ പറയുന്നു, കറുത്തിരിക്കുന്നവരോട് അയ്യോ നീ എന്താ അങ്ങനെ ഇരിക്കുന്നതെന്ന് പറയുന്നു, മുഖം ഡെള്ളാണല്ലോ എന്ന് സൗമ്യമായിട്ടാണെങ്കിലും പറയുന്നു. അപ്പൊ ഈ കറുപ്പും വെളുപ്പൊക്കെ ഉണ്ട് ആളുകളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ അപകർഷത നിറം കുറഞ്ഞ് വളർന്നു വരുന്ന കുട്ടികളെ മനസ്സിലുണ്ട്. അതൊക്കെ മുതലെടുക്കുന്നതാണ് ഈ കമ്പനികൾ ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. നിങ്ങൾ ഇത് തേക്കൂ, ഇത് തേച്ചാൽ നിങ്ങൾ വെളുത്ത് വരും എന്ന് സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇത് നോക്കിയിട്ട് വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് അത് ഓക്കെ, അവരൊരു ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു, അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു വെച്ചാൽ അത് ഓക്കെയാണ്. പക്ഷെ അവർ ഇന്ന് വന്നിട്ട് ഒരു ക്രീം പറയുന്നു, നാളെ വന്നിട്ട് വേറെ ക്രീം വന്നിട്ട് പറയുന്നു, മറ്റന്നാൾ വന്നിട്ട് അവർ വേറെ ക്രീം പറയുന്നു. ഇവർ മാറ്റി 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 പറയുന്നു. ഇപ്പൊ കല്യാണി എല്ലാ റിയാക്ഷൻ വീഡിയോ കല്യാണി ചെയ്തിട്ടുണ്ട്, എല്ലാ ക്രീമുകളും അവർ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ഈ ക്രീമുകളൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. ആയിരിക്കും അവർ ഇത്രയും ക്രീമുകൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇത്രയും ക്രീമുകൾ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ മുഖത്ത് ഒരുപാട് കെമിക്കലുകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ കുറച്ചെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിൽ ഇത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് ഒരാളെങ്കിലും പറഞ്ഞു കൊടുത്താലേ കുറച്ചെങ്കിലും ആളുകൾ ചിന്തിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പിന്നെ അവര് പറയുന്നത് റിയാക്ഷൻ വീഡിയോക്കാർ, ഇന്നലെ മുളച്ചു വന്ന റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ റിയാക്ഷൻ ചെയ്യുന്നത് അവരെ കണ്ടിട്ടങ്ങ് അവരെ ഇട്ടിട്ട് റീച്ച് കിട്ടിയിട്ടങ്ങ് വളർന്നു വലുതാവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശമേ ഇല്ല. എൻ്റെ ഈ ചാനൽ പോയാലും എനിക്കൊന്നുമില്ല. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ, 1 മാസമായിട്ടേ ഉള്ളൂ. എനിക്ക് ആകെ 2000 സബ്സ്ക്രൈബറേ ഉള്ളൂ. എനിക്ക് 1, 2, 3 കുറച്ച് വീഡിയോ റീച്ച് ആയതുകൊണ്ട് എനിക്ക് മോണിറ്റൈസ് ആയി ചാനൽ എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇതിന് ലക്ഷങ്ങൾ വരുമാനം വരാൻ തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ നിന്ന് വലിയ ലക്ഷങ്ങൾ വരുമാനം കിട്ടിയിട്ട് എൻ്റെ ജീവിതം മാറ്റിമറിക്കാമെന്ന് വിചാരിച്ചിട്ടുമല്ല ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഈ ചാനല് കല്യാണീനെ വെച്ചിട്ട് അങ്ങ് റീച്ച് ആക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ആ വീഡിയോ പോയതിന് എനിക്ക് വിഷമമുണ്ടോ ചോദിച്ചാൽ, നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊരു വീഡിയോ 60,000 70,000 ആളുകൾ കണ്ടു കഴിയുമ്പോൾ ആ വീഡിയോ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അയ്യോ എൻ്റെ വീഡിയോ പോയോ തോന്നും. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ, അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ള ഒരുപാട് കമൻറ്റുകളും ഒക്കെ ഞാൻ വായിച്ച് ഒരുപാട് രസിച്ചതും എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിയാക്ട് ചെയ്തതുമാണ്. അപ്പോൾ ആ കമൻറ്റൊക്കെ അയ്യോ എനിക്ക് പിന്നെ ആ കമൻറ്റൊന്നും കാണാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ചില വിഷമങ്ങൾ എനിക്കുണ്ട്. എന്നല്ലാതെ എനിക്ക് ഈ ചാനലിൽ പോയാലും ചാനലിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാലും ഈ ചാനൽ തന്നെ അടിച്ചു പോയാലും ഒന്നുമില്ല, ഞാൻ അപ്പുറത്ത് വേറെ ചാനൽ തുടങ്ങും, അത്രേ ഉള്ളൂ. ഞാനിന്ന് വരുമാനം ഉണ്ടാക്കാമെന്ന് മാത്രമല്ല വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ യൂട്യൂബേഴ്സിനെ കാണുന്നു, നമ്മൾ ഇതൊരു രസം പോലെ ഇരുന്ന് കാണുന്നു, അതിനെക്കുറിച്ച് നമുക്ക് വല്ലതും പറയണം തോന്നുന്നു, അത് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചാനൽ തുടങ്ങുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ദിവസം കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ട് കൃത്യമായിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് റീച്ചുള്ളവരെ തപ്പി പിടിച്ച് വീഡിയോ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കാം എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് വലിയ യൂട്യൂബേഴ്സിനെ കുറിച്ച് മാത്രം വീഡിയോ ചെയ്താൽ മതിയല്ലോ. ഞാൻ എല്ലാവരെ കുറിച്ചും വീഡിയോ ചെയ്യാറുണ്ട്, ആരും അറിയാത്ത ആളുകളെ കുറിച്ച് പോലും ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. റീച്ചിന് വേണ്ടിയിട്ടേ അല്ല ഞാൻ ആ വീഡിയോ ഒന്നും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ട്രൈക്ക് എന്നെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. പിന്നെ ഈ കല്യാണി എന്ന് പറഞ്ഞ വ്യക്തി ഒരാളൊരു അഭിപ്രായം പറയുമ്പോഴേക്കും എന്തിനാണ് ഇത്രയും അസഹിഷ്ണുത? നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങളെ ലൈഫ് പബ്ലിക്കായിട്ട് എല്ലാവരെയും കാണിച്ചു തരുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അഭിപ്രായം പറയും. നിങ്ങളെ ചാനൽ ആളുകൾ എന്തുകൊണ്ടാണ് കാണുന്നത്? മലയാളികൾക്ക് ഒളിഞ്ഞു നോക്കാൻ നല്ല ഇഷ്ടമാണ്. നമുക്ക് അയൽവക്കത്തുള്ളവരെന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, ഇവരെന്ത് ചെയ്യുന്നു അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ അവിടെ കുറച്ച് പരദൂഷണം ഉണ്ടോ, ഇവിടെ കുറച്ച് ഏഷണി എന്ന് കാണാൻ നമുക്ക് താല്പര്യമുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ഈ സീരിയലൊക്കെ കാണുന്നത്. ഈ മലയാളികൾ നല്ല എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. എല്ലാവർക്കും മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന്റെ വീഡിയോ എല്ലാവരും കാണുന്നത്. അല്ലെങ്കിൽ കുറച്ച് കുറ്റം പറഞ്ഞ് കേൾക്കുന്ന ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഈ റിയാക്ഷൻ വീഡിയോ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാവർക്കും റീച്ചും കിട്ടുന്നത്. അപ്പം നമ്മളെ ലൈഫ് കൊണ്ടുവന്ന് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോൾ ആളുകൾ ചിലപ്പോൾ കുറച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അതിന് ഇത്രയും അങ്ങോട്ട് റിയാക്ട് ചെയ്ത് ഇത്രയും ദേഷ്യപ്പെട്ട്
ഇഷ്ടപ്പെട്ട്. നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടു, ഭയങ്കര ദേഷ്യത്തിലും കോപാകുലൊക്കെയാണ്, ഭസ്മാക്കി കളയുന്ന ഞാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ട് നമ്മളെ പോലെ ഈ കുഞ്ഞു ചാനലുകാർ വെറുതെ ഒരു അഭിപ്രായം പറയുമ്പോഴേക്കും അവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കും അടിച്ചതെന്ന്. അശ്വതി സുബോധിനും ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചു കൊടുത്തു. ഇനി ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കും അടിച്ചതെന്ന്. അത്രയും ഒരു എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചല്ലോ, സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്ദി.